ഹലോ ഗേൾസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എക്സാം ഉള്ള ഒരു ദിവസത്തെ ഒരു സ്റ്റഡി വ്ളോഗ് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് മാത്സ് ആയിരുന്നു എക്സാം. അപ്പോൾ മാത്സിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ 3 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു പരീക്ഷയ്ക്കിൻ്റെ. അപ്പോൾ 3 ചാപ്റ്റേഴ്സ് ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുക, എഴുതാതാണ് പരിപാടി. ഞാനിതൊരു ചലഞ്ച് പോലെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. 5 hour സ്റ്റഡി ചലഞ്ച് പോലെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് നമ്മൾ കരുതി. അപ്പോൾ 5 മണിക്കൂർ പഠിക്കുക എന്നാണ് എൻ്റെ ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈമറൊക്കെ വെച്ചിട്ടുണ്ട്. 2 മണിക്കൂർ ടൈമർ വെച്ചു പഠിക്കാൻ തുടങ്ങി നമ്മൾ. ലാസ്റ്റ് ആയപ്പോഴാണ് എൻ്റെ ക്യാമറ മൂവ്മെൻറ്റ് ഇങ്ങനെ വന്നത് ഞാൻ മനസ്സിലാക്കിയത്. സോറി ഫോർ ദാറ്റ്. അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കുക. പിന്നെ നമ്മളത് എഴുതിക്കൊണ്ടിരിക്കാനായിട്ട് തുടങ്ങി. അത് എന്തോരം ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം ചെയ്യാൻ നമ്മൾ പരിശീലിക്കണമെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചവറ് പോലെ അങ്ങോട്ട് ചെയ്ത് പോയി. ചവറ് പോലെ നല്ലട എല്ലാം അത്യാവശ്യ രീതിയിലൊക്കെ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും മെയിൻലി അലട്ടുന്ന കാര്യമാണ് പ്രൊക്രാസ്റ്റിനേഷൻ ഇല്ലാത്തവരായിട്ട് ആരും ഇല്ലയെന്ന് തോന്നുന്നു. പിന്നെ ഇല്ലാത്തവരെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പഠിപ്പികളായിരിക്കും. അപ്പോൾ നമ്മുടെ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ അങ്ങനെ ഭയങ്കര പ്രൊക്രാസ്റ്റിനേഷൻ ഉണ്ടാവില്ലെങ്കിലും അവർക്ക് നല്ല മാർക്ക് മേടിക്കണം എന്നുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ അത് അവർക്ക് പ്രൊക്രാസ്റ്റിനേഷൻ ഇല്ല എന്നല്ല, അവർക്ക് ഉണ്ടാവും. പക്ഷെ അവരതിനെ തരണം ചെയ്തിട്ടാണ് അവർ നല്ല രീതിയിൽ മാർക്കൊക്കെ സ്കോർ ചെയ്യണത്. നമ്മൾ വിചാരിക്കും അവർക്ക് മാത്രമല്ല പഠിക്കാൻ കഴിവ്, നമുക്ക് പഠിക്കാൻ കഴിവില്ല നമ്മൾ ചിന്തിക്കും. പക്ഷേ അത് ശരിക്കും അങ്ങനെയല്ല. അവർ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടാണ് അത് പഠിക്കുന്നത്. അവർക്കറിയാം അവരെടുക്കുന്ന ആ എഫേർട്ട് എന്തോരം ഉണ്ടെന്ന്. അവർ ആ ഒരു അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് അവർക്ക് അവരുടെ ഹാർഡ് വർക്കിന് ഫലമായിട്ടാണ് നല്ല രീതിയിൽ അവർക്ക് മാർക്ക് കിട്ടുന്നത്. നമ്മൾ വിചാരിക്കും നമ്മളെക്കൊണ്ട് പറ്റില്ലെന്ന്. പക്ഷെ നമ്മൾ ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് എഫിഷ്യൻ്റായിട്ട് പഠിച്ചു പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഉറപ്പായിട്ടും കിട്ടും. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്യേണ്ടതാണ് ഒരു കാര്യമാണ് ഫോൺ എന്ന് മാത്രമല്ല. നമുക്കറിയാം ഫോണിൽ നമുക്ക് ഒരുപാട് അഡിക്ഷൻ ഉണ്ടാകും. അതിനേക്കാൾ ഉപരി നിങ്ങൾ ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, അതായത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കാൻ സമ്മതിക്കാത്ത ഒരുപാട് ഫ്രണ്ട്സ് നമുക്കുണ്ടാകും. ആ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് മാറി നല്ലൊരു ഫ്രണ്ട്സായിട്ട്, നല്ലൊരു ടോക്സിക് അല്ലാത്ത നല്ലൊരു ഫ്രണ്ട്സായിട്ട് കൂട്ടുകൂടാൻ നിങ്ങൾ ശ്രമിക്കുക. അത് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ ബാഡായിട്ടുള്ള ഇമ്പ്രഷൻ എന്നല്ല, ബാഡായിട്ടുള്ള കാര്യങ്ങൾ അവർ നമ്മൾ കുത്തി നിറയ്ക്കും. അതായത് പഠിക്കേണ്ട, ഞാൻ പഠിച്ചിട്ടില്ല, എടി നീ പഠിച്ചോ, അങ്ങനെയൊക്കെ. അതായത് അവർ പഠിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കും. പക്ഷേ മാർക്ക് വരുമ്പോൾ അവർക്ക് എന്തോരം മാർക്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളെക്കാൾ കൂടുതൽ ചിലപ്പോൾ മാർക്കുണ്ടാകും. നമ്മൾ ചിലപ്പോൾ ജസ്റ്റ് പാസ്സോ അല്ലെങ്കിൽ പാസ്സായിട്ട് ഉണ്ടാവുമല്ലോ. അവർ എടി ഞാൻ പാസ്സാവില്ല. റിസൾട്ട് വരുമ്പോൾ അവർ പറയും, റിസൾട്ട് വരുന്നതിന് മുമ്പ് അവർ പറയും എടി ഞാൻ പാസ്സാവില്ല, ചിലപ്പോൾ പാസ്സാവില്ലായിരിക്കും, അങ്ങനെയൊക്കെ അവർ പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും അവൾ പാസ്സാവില്ല, അപ്പോൾ ഞാനും പാസ്സായില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള മൈൻഡ് സെറ്റായിരിക്കും നമുക്ക്. അത് അവർ നമ്മളിലേക്ക് കുത്തി നിറയ്ക്കുന്നതാണ്. അപ്പോൾ ആ മൈൻഡ് സെറ്റ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ ഒന്ന് അകറ്റണം. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എഫിഷ്യൻ്റായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം ഒരുപാട് നമുക്ക് ഏറെ പഠിക്കാൻ പറ്റുന്നില്ല. നിങ്ങളപ്പോൾ ഒരു ടാർഗറ്റ് വെച്ച് പഠിക്കാൻ ശ്രമിക്കാം. 1 മണിക്കൂർ പഠിച്ചാൽ 5 മിനിറ്റ് ബ്രേക്ക്. അതുപോലെ തന്നെ 1 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉപ്പുമുളക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ അപ്രിസിയേറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സമ്മാനം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് പരിപാടികളൊക്കെ ചെയ്യാമെന്നാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്ററിലേക്കില്ല, നമ്മൾ പിന്നെ കെമിസ്ട്രി പഠിക്കാനായിട്ട് പോയി. കെമിസ്ട്രി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പിറ്റത്തെ ദിവസം റെക്കോർഡ് ചെയ്താണിത്. അപ്പം അത് മറ്റന്നാൾ എനിക്ക് എക്സാമാണ് കെമിസ്ട്രി. ഓരോ ദിവസം ബ്രേക്ക് വിട്ടിട്ടാണ്, ഈ ഒരാഴ്ച ഓരോ ദിവസം ബ്രേക്ക് വിട്ടിട്ടായിരുന്നു എക്സാം. പക്ഷേ അടുത്ത ആഴ്ച നമുക്ക് കണ്ടിന്യൂസ്ലിയാണ്, തിങ്കൾ ചൊവ്വ ബുധൻ, ആ ഒരു 3 ദിവസം ഉണ്ടാകും എക്സാം. അപ്പോൾ ഇത് വേഗം തന്നെ ചെയ്തീർക്കട്ടെ. നമ്മുടെ ചെയ്തീർക്കൽ പരിപാടികൾ ഇവിടെ ഏകദേശമൊക്കെ തീർന്ന് പരിസമാപ്തിയിലെത്തി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. നമ്മുടെ 5 മണിക്കൂർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മോട്ടിവേഷൻ പറഞ്ഞു അതൊന്നും ഞാൻ കാണിച്ചില്ല എന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.